ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് വെച്ചാൽ എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ തന്നെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹല ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റപ്പോഴിതാ നമ്മളെ ലില്ലിനെ കണ്ടിട്ട് കുറേ ആയല്ലോ നിങ്ങളല്ലേ. അപ്പോൾ അതാ ലില്ലി നമ്മളെ കൂടെ എപ്പോഴും കേട്ടോ. നമ്മൾ റൂമൊക്കെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലില്ലിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ലില്ലിൻ്റെ മൂന്നാമത്തെ ഡെലിവറിയും കഴിഞ്ഞിട്ടുള്ള ബേബീസാണ് കേട്ടത്. കുറച്ചേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് അവരെ ഇറക്കിയില്ല. കാരണം പുറത്തിറങ്ങിയാൽ ഇനിയിപ്പോൾ ആരെയും കടിച്ച് കൊണ്ടുപോയാലും പേടിച്ചിട്ട് പുറത്തിറക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അവർ സേഫായി വെച്ചിട്ടുണ്ട് കേട്ടോ. ലില്ലി ഉള്ളിലാണ് വിചാരിച്ചിട്ട് അവളെ കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം അവൾക്ക് എന്താണ് അപ്പിടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ കരഞ്ഞാൽ ഡോർ അവർ പോവും. അല്ലാണ്ട് ഉള്ളിയൊന്നും അവൾ അപ്പിട്ടൊക്കെ ഒന്നും കേട്ടോ. നല്ല മോളാണ്. അങ്ങനെ അതാ കിച്ചണിൽ ചെന്നിട്ട് ഞാൻ ദോശയും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫസ്റ്റ് ആരെ പോകുന്നത് വെച്ചാൽ അസുഖമായിട്ട് ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത്. പിന്നെ അതാ ഞാൻ ഹലൻ്റെ ഡ്രസ്സൊക്കെ ഞാനിവിടെ അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ അൽസാദിൻ സ്കൂളത്തെ KG യൂണിഫോം ഇങ്ങനെ കേട്ടോ. യെല്ലോ കളറും ബ്ലൂ സ്കേർട്ടുമാണ്. പിന്നെ അതിനനുസരിച്ച് ഇതേപോലെ 2 ബാൻഡ് വരുന്നുണ്ട്, ഹെയർ ബാൻഡ് വരുന്നുണ്ട്. ഹലനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്കൂൾ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ പുതിയ ബാഗ് പുതിയ യൂണിഫോം എന്നൊക്കെ പറഞ്ഞ് ആളെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. അപ്പോൾ വഴിയെ കാണാം. പിന്നെ അതാ ഞാനൊരു ജോഡി എക്സ്ട്രാ ഡ്രസ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് അവർ പറയൂ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡ്രസ്സിൽ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും നാശമാണെന്നുണ്ടെങ്കിൽ ഇത് അവർ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ഡ്രസ്സും കൂടി അവളെ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ അതാ പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. അപ്പോൾ ആ ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാഗിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇതേപോലെ നമ്മൾ ടിഫിനൊക്കെ വെക്കുന്ന ചെറിയ കുഞ്ഞ് ബാഗുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പൗച്ചുണ്ട്. അപ്പോൾ ആ പൗച്ചിൽ ഞാൻ കുറച്ച് കളേഴ്സും പെൻസിലും ഒക്കെ ഞാനിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹലയുടെ ടിഫിൻ വരുന്നത് ഇങ്ങനെയാണ്. ഉള്ളിൽ സ്റ്റീലായിട്ടുള്ള ഇങ്ങനെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചൂടൊക്കെ കുറച്ച് നിൽക്കുമല്ലോ. അപ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കറിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കണം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾക്ക്. എല്ലാം തലമായിട്ട് ഓക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലത്തെ എണീക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇതാ ഹലയുടെയും നേലയുടെയും ടിഫിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹലക്ക് ഒരു ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്, മുട്ടക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ദോശയും വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കഴിക്കില്ലെന്ന് അറിയില്ല കേട്ടോ. പിന്നെ വേറൊരു എന്താ വെച്ചാൽ ഒരു ബിസ്ക്കറ്റും കുറച്ച് നട്ട്സും പിന്നെ നെയിലേക്ക് ഞാൻ കുറച്ച് ഗീ റൈസും അതുപോലെ ചിക്കൻ പൊരിച്ചും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലയുടെ ക്ലാസ് പെട്ടെന്ന് കഴിയും. ഒരു 12:30 ആകുമ്പോൾ ഹലൻ്റെ ക്ലാസ് കഴിയും. അപ്പോൾ നെയിലേക്ക് ഞാൻ റൈസ് എന്താ വെച്ച് കൊടുത്താൽ നെയിലേക്ക് കുറച്ചും കൂടി ഒരു 2:30 വരെ ഉണ്ട് നെയിലേക്ക് ക്ലാസ് കിട്ടും. അപ്പോൾ ഇത് 2 ടിഫിനും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവർ എണീക്കണതിന് മുന്നേ ഞാൻ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 എണീറ്റാൽ ഭയങ്കര ഹറിബറിയാണ്, എനിക്ക് നല്ലോണം അറിയാം. ഇവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:35-നാണ്. അപ്പോൾ ഒരു 6:15 ആയപ്പോൾ ഞാൻ ഹലനെ വിളിക്കാൻ പോയിട്ടുണ്ട്. നെയില് പിന്നെ കുറച്ച് നേരത്തൊക്കെ എണീറ്റ് ആൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആൾ പിന്നെ കുറച്ച് വലുതായല്ലോ. ഹല എനിക്ക് സ്കൂളില്ലേ? നെയിലൊക്കെ മാറ്റി കിട്ടോ അങ്ങോട്ടൊക്കെ പോണ്ടേ? ഹലക്ക് ന്യൂ ബാഗ് പെൻസിൽ പോവാ? സ്കൂൾക്ക് പോവാ? പോവണ്ടേ? സ്കൂൾക്ക് പോണ്ടേ? പിന്നെ ഹലല്ലേ പറഞ്ഞു സ്കൂൾക്ക് പോകണമെന്ന്. എനിക്ക് വാ, ടൈമില്ല കേട്ടാ. ഹലക്ക് ബലൂണ് കിട്ടും സ്കൂളിൽ നിന്ന്, ക്യാൻഡീസ് കിട്ടും. ഹല എണീക്ക് വാ. അല്ല അമ്മ നിങ്ങട്ടൊക്കെ താത്തൊക്കെ ഡ്രസ്സ് യൂണിഫോം ഉണ്ട്. ഹലക്ക് യൂണിഫോം ഇടണ്ടേ? ഹല എണീക്ക് വാ. ഹല ഇങ്ങനെ താത്തൊക്കെ ഡ്രസ്സ് ചെയ്ത് വാ. താത്തൊക്കെ ഡ്രസ്സ് ചെയ്ത് ഓക്കെ നമുക്ക് ബ്രഷ് ചെയ്യാം. താത്തൊക്കെ മാറ്റിയിടും കേട്ടോക്കെ. താത്തൊക്കെ യൂണിഫോം ഇട്ട് ഓക്കെ. താത്ത എടുക്കാം ഓക്കെ.
അങ്ങനെ ഇതാ ആളെ എണീറ്റ് കുളിച്ചിത് റെഡിയായി വന്നിട്ടുണ്ട്. കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ കുളിക്കൂല, ഞാൻ സ്കൂളിൽ പോകില്ല എന്നൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടപ്പോൾ ആൾ ഭയങ്കര ഉഷാറായി. അപ്പോൾ ഞാൻ കുളിച്ചെന്ന് എനിക്ക് തണുക്കുന്ന പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു നീ കുറച്ചൊന്ന് പുറത്ത് പോയി നിൽക്കുക, കാരണം പുറത്ത് ആ ടൈമിലൊക്കെ നല്ല വെയിലാണ്, നല്ല ചൂടാണ് വെയിൽ. ആളെ യൂണിഫോം ഇട്ട് വന്നപ്പോൾ മെലിഞ്ഞതിലാണ് ഒന്നും കൂടി മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആൾ അല്ലെങ്കിൽ ആ തടിയില്ല. നെയിൽ കുറച്ചും കൂടി തടി ഉണ്ടായിരുന്നു, നെയിൽ ഈ ഒരു പ്രായത്തിൽ കുറച്ചും കൂടി തടി ഉണ്ടായിരുന്നു. പക്ഷെ ഹാലെന്താ അറിയില്ല, തടിക്കുന്നില്ല. അങ്ങനെ ഇതാ മുടിയൊക്കെ ഞാൻ വാർന്ന് കൊടുക്കുന്നുണ്ട്. അവൾക്ക് മുടി കുറച്ച് ലെങ്ത്താണ് ഭയങ്കര ഇഷ്ടമാണ്. കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മുടി കുറച്ചും കൂടി ലെങ്ത്തായി വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടിമ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മുടിമ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ അതാ ഞാൻ ട്യൂസൈഡാണ് കെട്ടിക്കൊടുക്കുന്നത്. 2 പിള്ളേരെ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അന്ന്. ഞാൻ ഓടുമായിരുന്നു കേട്ടോ അന്ന്. കാരണം തലേ ദിവസം എൻ്റെ ഉമ്മ നാട്ടിൽ പോയിട്ട്, അപ്പോൾ തലേ ദിവസം ഉമ്മാനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പുലർച്ചെ ഒരു 2-2:30 ആ ടൈമിലായിട്ടാണ് ഞങ്ങൾ അല്ലയിലെത്തിയത്. പിന്നെ വീണ്ടും ഞാൻ ഒരു 5 മണിയപ്പോൾ പിന്നെ നേരത്തെ എണീറ്റല്ലോ. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം, ഇവരെ പറഞ്ഞേക്കുന്ന ആ ഒരു എല്ലാം കൂടി ഒരു തലവേദന ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ അത് മുടിയൊക്കെ കെട്ടി കൊടുത്തത് ആളെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ കറിയിൽ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കണം, അവിടെ ചെന്നാൽ ഫുള്ള് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേക്ക് നമ്മൾ നെയ്യിൽ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കും ഫുഡ് കൊടുക്കുക കേട്ടോ. ആൾ മാഷാഅല്ലാഹ് അപ്പോൾ കുറച്ചൊക്കെ വലുതായല്ലോ, അപ്പോൾ ആൾക്ക് എല്ലാം തനിയെ ചെയ്യും കേട്ടോ. പിന്നെ അവളെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാൻ ഭയങ്കര ഹാപ്പി ഉണ്ട്, കാരണം അവളെ കൂടെ ഹാല വരുന്നുണ്ടല്ലോ. അപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഹാല എപ്പോഴാണ് സ്കൂൾക്ക് വരിക, ഞാൻ ഏത് സ്റ്റാൻഡേർഡ് ആകുമ്പോഴാണ് സ്കൂൾക്ക് വരിക, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ ദിവസം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു. വാഷ്റൂം ഇഷ്ടമല്ല, വാഷ്റൂം പോണേട്ടോ. അല്ലൊക്കെ മൂത്രം ഒഴിക്കാൻ കുട്ടി വാഷ്റൂം പോണേ. ഓക്കെ. അങ്ങനെ എന്താ മാഷാഅല്ലാഹ് രണ്ടാളും റെഡി ആയിട്ട് ഇതാ സ്കൂളിലേക്ക് ഇറങ്ങുക കേട്ടോ. പിന്നെ ഞാൻ ഓട്ടിയാണ്, ഞാൻ തന്നെയാണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്, ബസ്സൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് അവർ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു 7:15 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. നമ്മളെ കൂടെ ലില്ലിയും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹലക്ക് സ്കൂളിൽ പോയാൽ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാൻ നെയിലിനെ ഇതേപോലെ കൊണ്ടാക്കുമ്പോൾ അവൾ പറയും ഞാൻ സ്കൂൾക്ക് വരുന്നു. അപ്പോൾ ഞാൻ പറയും യൂണിഫോം ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ സ്കൂൾക്ക് വരിക. അപ്പോൾ യൂണിഫോം കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഇനി സ്കൂളിൽ പോകാമല്ലോ എന്നുള്ള വിചാരമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പുതിയ റൂം ഷിഫ്റ്റ് ആയെന്നറിയില്ല. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഞാൻ മാറിയത് കേട്ടോ, മക്കാം നാദി എന്ന സ്ഥലത്തിലേക്ക് ഞാൻ മാറിയത്. ഈ കോമ്പൗണ്ടിൽ നെയിലിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നെയിലേക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. ഹലക്കും ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹല മാറിക്ക് ഇല്ലി. ഹല പോവാ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാട്ടെ. ഇവിടുന്ന് കുറച്ചൊരു ദൂരമാണ്, കുറച്ച് ദൂരം എന്ന് വെച്ചാൽ പഴയ റൂമിനെക്കാട്ടിയും കുറച്ചൊരു ദൂരം ഇവിടുന്ന് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഭയങ്കര രസമാണ്, എന്താ പറയുക പഴയ ഏരിയനെ പോലെയല്ല കേട്ടോ. നെയിലേക്ക് കളിക്കാൻ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. എന്താ അവളെ ക്ലാസ്സിൽ അവളെ സ്കൂൾ പഠിക്കുന്നതിന് ഒരുപാട് കുട്ടികൾ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് അവരെ വീട്ടിൽ പോകുന്നതും അവരെ നമ്മളെ വീട്ടിലൊക്കെ കളിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഹലയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ നല്ല ക്യൂവിലാട്ടോ, കാരണം ഫസ്റ്റ് ഡേ എല്ലാ പാരൻസും ഇങ്ങനെ കൊടുന്നാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അങ്ങനെ ഇതാ സ്കൂളിലെത്തി ഡോറ് തുറന്നപ്പോഴേ ഹല പെട്ടെന്ന് ഓടാൻ നിൽക്കട്ടെ, കാരണം യൂണിഫോം ഇട്ടപ്പോഴാൾ ഭയങ്കര കേടാ. അപ്പോൾ അന്ന് ഒരുപാട് പാരൻസ് അന്ന് ഉണ്ടായിരുന്നു, ഇതേപോലെ ഫസ്റ്റ് ഡേ ആയത് കാരണം ഇതേപോലെ കുട്ടികളെ കൊടുത്താക്കി ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മറ്റാൾ. പിന്നെ ഇതാ ഇവിടുത്തെ ഹലയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഐസാൻ എന്ന് പറയും. അപ്പോൾ ഇതാരാന്ന് വെച്ചാൽ നെയിലയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അസ്മി. ഇതാ കണ്ടോ, ഇവർ രണ്ടാളും ഒരുമിച്ചാണ് കേട്ടോ, പണ്ട് മുതലേ ഒരുമിച്ചാണ്.
Vanilla switch. Yeah. What? Oh my god. Awesome. പിന്നെ ഇതാണ് ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ഹലമോള് ഇതാ ഫസ്റ്റായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്, ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് കരയുമെന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാൻ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവളെ ക്ലാസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേ. അപ്പോഴിതാ ആളിവിടെ ഇരിക്കുന്ന ആൾക്കൊരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹലയുടെ ക്ലാസ്. ഹല കുറച്ച് ഷൈയുള്ള കൂട്ടത്തിലാണ് കേട്ടോ, കുറച്ച് നാണൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവൾ കമ്പനി ഞാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി തിരിച്ച് പിന്നെ ഹലയെ പിക്ക് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഹലയുടെ ബസ് ഇതാ കാണുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കുറേ പാരൻസ് വന്ന് പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഹലനെ വെയിറ്റ് ചെയ്യാണ്. ഇനി വന്നതിൻ്റെ ശേഷം ചോദിച്ച് നോക്കണം എന്തെല്ലാം ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഇതാ ഹല എത്തിയിട്ടുണ്ട്. ഇനി ചോദിച്ചു നോക്കണം ആളോട് ക്ലാസ്സിൽ എന്തെല്ലാം ചെയ്തെന്നൊക്കെ ചോദിച്ചു നോക്കണം. അപ്പോൾ ഇതാ നമ്മളിനി വീട്ടിലേക്ക് പോവാം കേട്ടോ. നല്ലപോലെ പോയിക്കോ. പിടിച്ചോളൂ, കേറിക്കോ. ഓക്കെ ആ ഓക്കെ. പക്ഷെ ബാഗ് അവിടെ വെക്കി. അപ്പോൾ ഇതാ ഫസ്റ്റ് ആയിട്ട് അവൾ എനിക്ക് കാണിച്ചത് സാധനമാണിത്. ഇത് ടീച്ചർ കൊടുത്താന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൈയാണോ? ക്ലാസ് സൂപ്പർ ആയിരുന്നോ? സൂപ്പറാണ്. ഹലിനോട് എന്താ ടീച്ചർ എന്താ ചോദിച്ചേ? ടീച്ചർ എന്താ ചോദിച്ചേ? ക്ലേ തന്നാ? സോങ് പാടി കൊടുത്താ? പിന്നെന്താ ചെയ്ത്? തിങ്കള് പാടിയോ? ടീച്ചർ ഇഷ്ടായോ? അടിപൊളിയാണോ ക്ലാസ്? ഹലിന് ആർക്കും ഫ്രണ്ട്സ് കിട്ടിയോ? ഹലക്ക് ഫ്രണ്ട്സിനെ കിട്ടിയോ? ജഹറിനെ കണ്ടോ? ഹലിന്റെ ഫ്രണ്ട് ആരാണ്? ഹല? ഐഷാനോ? ഐഷാന് വേറെ ക്ലാസ്സിലല്ലേ? ഹലക്ക് വേറെ ഫ്രണ്ട്സിനെ കിട്ടിയോ? പുതിയ ഐഷാനുണ്ട്. ഹലക്ക് ടീച്ചർ ഇഷ്ടായോ? സൂപ്പറാണോ? മേമാണോ? ഓക്കെ. ഹല ഫുഡ് കഴിച്ചോ? ഫിനിഷ് ആക്കിയോ? നല്ല മോളാണ്. കളർ നോക്കട്ടെ. കളർ ഇട്ടോ? ഹാൻഡിൽ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ കളേഴ്സ് ചോദിച്ചോ? ഗ്രീൻ യെല്ലോ കളേഴ്സ് ചോദിച്ചോ? പേപ്പറില് പിങ്ക് ഉണ്ടോ? പിന്നെ ക്ലാസ്സിൽ എന്തൊക്കെയാ ചെയ്തേ? ഹല ഇനി നാളെ ഇതേപോലെ സ്കൂളിൽ പോവില്ലേ? ഇഷ്ടായോ സ്കൂള്? സൂപ്പറാണോ? നല്ല മോളാണ്. ഹല കരഞ്ഞോ ക്ലാസ്സിന്ന്? ഇല്ല. ഗുഡ് ഗേൾ ആയോ? ABCD പഠിച്ചോ? ABCD പഠിച്ചേ? വാവ്, സൂപ്പറല്ലേ ക്ലാസ്? ഡാൻസ് കളിച്ചാ? ഡാൻസ് കളിച്ചേ? എങ്ങനെ കളിച്ചേ? ABCD സോങ് അല്ലേ? അല്ല ഡാൻസ് എങ്ങനെ കളിച്ചേ? ഡാൻസ്? അല്ലേ? ഓക്കെ. ഫുഡ് ഫുള്ള് ഫിനിഷ് ചെയ്താ? ഞാൻ നോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് വെച്ച് നോക്കട്ടെ. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ? പപ്പ ഉണ്ട് വീട്ടില്. പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പപ്പയോട് പറഞ്ഞു കൊടുക്കാം ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പപ്പക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കട്ടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, ഓക്കെ.
പെയിന്റ് ചെയ്തതാ കൈ വൃത്തിയിടാ ആ എന്നിട്ട് ഹാല ഇങ്ങനെ ആക്കിയ നമ്മൾ വാളിൽ ഹാങ് ചെയ്യാം. ഓക്കെ എന്നാ അതിന്റെ ടിഫിൻ ബോക്സ് എങ്ങനെയുണ്ട്? ഗുഡ് ആണോ? അതിന്റെ ടിഫിൻ ബോക്സ് ഗുഡ് ആണോ? ഓപ്പൺ ആക്കി ഇഷ്ടായോ സ്കൂള്? ഓപ്പൺ ആക്കി അവിടെ ഓപ്പൺ ആക്കി നോക്കട്ടെ ഇതൊക്കെ നിങ്ങളുള്ളതാക്കി ഇതിലെന്തോണ്ടല്ലോ ബിസ്ക്കറ്റ് ബീസ്റ്റാ ആ അത് ഫിനിഷാക്കി മുട്ട എഗ്ഗ് കറിയൊക്കെ കൂട്ടിയല്ലോ. ഹലോ ഇനിയുണ്ടാ ഞാൻ എക്സ്ട്രാ വെച്ചെടുത്തിരുന്നു. അപ്പോൾ ഇതാണ് ഹലയുടെ ഫസ്റ്റ് ഡേ സ്കൂള്. ആദ്യം വിചാരിച്ചു സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇനി പറയും ഞാൻ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.